നമ്മളിപ്പോൾ കടന്നു പോകുന്ന വർഷമെന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പരിപാടികൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. സംഘടനയുടേതായ ഒരു ചട്ടക്കൂട് എന്താണെന്ന് വാസ്തവത്തിൽ ഇപ്പോഴും പൊതുജനങ്ങൾക്ക് വലിയൊരു വ്യക്തത, ഒരു തരം രഹസ്യാത്മകത ആ കാര്യത്തിലുണ്ട്. രഹസ്യാത്മകതയൊന്നുമില്ല അതിൽ. കേരളത്തിൽ എന്തുകൊണ്ടാണ് സംഘത്തിന് ഇത്രയധികം ഒരു സ്വാധീനം പുറമേയുള്ള സംസ്ഥാനങ്ങളെ പോലെ തോന്നാത്തത്? രാഷ്ട്രീയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ സംഘത്തിൻ്റെ ശക്തിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പ്രഭാവമൊക്കെ ഉണ്ട് ഇവിടെ. സംഘം ഒരിക്കലും ഒരു പബ്ലിക് ഡൊണേഷൻ വാങ്ങിക്കാറില്ല, വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കുകയില്ല. അപ്പം ഇതെങ്ങനെയാണ് അത് പറയാം. ഇപ്പോഴും പലർക്കും മനസ്സിലാവാത്ത ഒരു സംഗതിയാണ് എന്താണ് ഈ പ്രചാരക് എന്ന് പറയുന്നത്. കാരണം ഈ പേരെല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷേ എന്താണെന്നൊന്നും ആൾക്കാർക്ക് ഇങ്ങനെ അറിഞ്ഞുകൂടാ. അപ്പോൾ സംഘം അക്കാര്യം ചെയ്യാൻ ഒരു സ്വയംസേവനോട് പറയുമ്പോൾ അയാൾ മറ്റൊന്നും ആലോചിക്കില്ല. ആ സംഘം പറയുന്നത് അത് ശ്രേഷ്ഠമായൊരു കാര്യത്തിനാണ്, അല്ലെങ്കിൽ മഹത്തായ ഒരു കാര്യത്തിനാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ പോകാൻ തയ്യാറാവും. അപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജീവിതത്തിൽ വല്ലാതെ അവരുടെ ജീവിതം മർദ്ദനം കൊണ്ട് തകർന്നു പോയ ആളുകൾ ഒരുപാട് പേര് ഇപ്പോഴും കേരളത്തിൽ ആ തലമുറയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്.